ഭവനസങ്കല്പ നിറക്കാഴ്ചകളിലേക്ക് മിഴി തുറക്കുന്ന തണൽ നമ്മുടെ ഇടം എന്ന ചാനലിന്റെ ഒരു ഗോർജിയസ് എപ്പിസോഡിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ വന്നെത്തിയിട്ടുള്ളത് പിലാത്തറ എന്ന് പറയുന്ന കാടാമ്പുഴയിലുള്ള അതിസുന്ദരമായ 2950 സ്ക്വയർ ഫീറ്റിൽ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടുള്ള അതിമനോഹരമായ സൈനുൽ ആബിദ് മിൻസില ദമ്പതികളുടെ അതിമനോഹരമായ ഈ വീടിന്റെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ രാജേഷ് പുറത്തു. കിച്ചണിലേക്കുള്ള ഡോർ കൊടുത്തിട്ടുള്ളത് ഫുൾ ഗ്ലാസ്സിലാണ്, അതായത് വുഡിൽ തന്നെ കൊടുത്തിട്ട് ഗ്ലാസ് ഫിനിഷ്ഡ് ആയിട്ട് എല്ലാ ഭാഗത്തും ഗ്ലാസ് ആണ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത്. ഈ കിച്ചണിൽ തന്നെ വർക്ക് ഏരിയ ഇല്ലാത്തത് കൊണ്ട്, വർക്ക് ഏരിയ സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട്, അതായത് ഈ വിറകടുപ്പ് എന്നുള്ള കൺസെപ്റ്റ് ഇവർക്ക് ഇഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം ആരും ഇപ്പോൾ വിറകടുപ്പ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇവർ വിറകടുപ്പ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒഴിവായത് കൊണ്ട് അതിവിശാലമാക്കിയിട്ടാണ് ഇവിടുത്തെ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഒരു സെന്ററിലേക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ വൺ സൈഡ് ഈ കിച്ചണിലേക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ആ ഷെൽഫിനോട് ചേർന്ന രീതിയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും കിട്ടാവുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കിച്ചൺ, അതായത് വിശാലമായ ഒരു കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാം കൊടുത്തിട്ടുള്ളത് മൾട്ടിവുഡിൽ ലാമിനേറ്റഡ് ഫിനിഷ്ഡ് ആയിട്ട് പ്രൊഫൈൽ ഹാൻഡിൽ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലോഫ്റ്റിലേക്കും സീലിംഗും ചെയ്തിട്ടുണ്ട്. ഈ സീലിംഗ് ചെയ്തിട്ട് പ്രൊഫൈൽ ഹാൻഡിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ലോഫ്റ്റ് ഭാഗത്തും ചെറിയ ഡോർ നല്ല വൃത്തിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിയിലും ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഈ കിച്ചനെ നല്ല മനോഹരമായി തന്നെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രീതിയിലാണ് ഈ കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ, അതായത് ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ വലിയൊരു സോഫയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ അതിന്റെ പിറകു വശത്തുള്ള വാളിൽ ഒരു വോളോട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു ക്ലോക്കും കൂടി ഈ ഒരു ഭാഗത്ത് മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു വീടിന്റെ ഹാള് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ്. ഇവിടെ 5-6.25 സൈസിലുള്ള കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ 3 ഡോറിന്റെ ഒരു വാർഡ്രോബ് ഫുൾ വുഡൻ ഫിനിഷിംഗിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതും അലുമിനിയത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഏറ്റവും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇതിന്റെ ലോഫ്റ്റ് എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന്റെ എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യാൻ, അതായത് ഇവിടെ പുറത്ത് കിടക്കാത്ത ഒരു സാധനങ്ങളും ഇവിടെ ഡർട്ടി ആയിട്ട് കിടക്കാത്ത രീതിയിൽ ഏറ്റവും ഫിനിഷിംഗ് ആയിട്ട് റൂം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലോഫ്റ്റും തന്നെ ഇവിടെ ചെയ്തിട്ട് മനോഹരമായിട്ട് വെച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടും വളരെ മിനിമൽ ആയിട്ടാണ് ഇവിടുത്തെ ഇന്റീരിയറുകളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ വിശാലമായ ഒരു 750 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരുന്ന വിശാലമായ ഒരു ഹാളാണ്. ഇതിനൊരു സെപ്പറേഷൻസ് ഒന്നും കൊടുക്കാതെ ഏറ്റവും ഫ്രീ ആയിട്ട് ഇട്ടത് കൊണ്ട് തന്നെ നമുക്ക് ഈ വീടിന്റെ വിശാലത നല്ല മനോഹരമായിട്ട് അനുഭവിക്കാവുന്ന രീതിയിലാണ് ഈ ഒരു വീട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസ് ഒരു ഭാഗത്തേക്ക് ഒതുക്കി ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിൾ ആയിട്ടുള്ള വുഡ് എലമെന്റിലുള്ള ലെഗ്സ് എല്ലാം കൊടുത്ത് ടൈല് ഫിനിഷിങ്ങിലുള്ള നല്ലൊരു ടൈലും കൊടുത്ത് അതിന്റെ 30 mm തിക്നെസ്സിൽ ചെരിവെല്ലാം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു 5 ചെയേഴ്സും ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അതുകൂടാതെ ഈ ഒരു വാഷ് ഏരിയയുടെ ബാക്ക് സൈഡിൽ ഇവിടെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സുന്ദരമായ ടൈലുകളെല്ലാം കൊടുത്തിട്ട് 45 എല്ലാം കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. ഈ ഹാളില് ഏറ്റവും ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു വാളില് ഇവിടെ ഒരു വേൾഡ് മാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേൾഡ് മാപ്പ് ഓരോ പസിൽസ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് അറേഞ്ച് ചെയ്തിട്ടാണ് ഈ ഒരു വേൾഡ് മാപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കൃഷിയെ സ്നേഹിക്കുന്ന ഒരാളായത് കൊണ്ട് തന്നെ ഈ വീട്ടിലേക്ക് വേണ്ട എല്ലാ, അതായത് വെജിറ്റബിൾസ് എല്ലാം തന്നെ ഈ കുഞ്ഞു കൃഷിയിടത്തിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഇവർ പറഞ്ഞൊരു കാര്യം. അതായത് ഇവിടെ മുളക് വിളഞ്ഞു നിൽക്കുന്നുണ്ട്, പടവലം വിളഞ്ഞു നിൽക്കുന്നുണ്ട്, വെണ്ടയ്ക്ക വിളഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാം ഇവിടെ ഈ ഒരു ചെറിയ കൃഷിയിടത്തിൽ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ വീടിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ ഒരു ഭാഗമായിട്ട് ഏറ്റവും ഫീൽ ചെയ്തിട്ടുള്ള ശാന്തമായ ഒരു ഇടം കൂടിയാണ് ഈ ഒരു ഏരിയ. സ്ഥലമുള്ളവർക്ക് ഏറ്റവും സുന്ദരമായി സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മൾ ഇവിടെ ഈ ഒരു വീട്ടിൽ കണ്ടിട്ടുള്ളത്. ഇവർ ഒരു വലിയ ഫാമിലിയാണ്. എല്ലാവർക്കും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അത് ആഘോഷിക്കാനും എൻജോയ് ചെയ്യാനുമുള്ള രീതിയിൽ ഇവിടെ ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂള് നല്ല മനോഹരമായ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ 7 കിലോവാട്ടിന്റെ ഒരു സോളാർ പാനൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സോളാർ വെച്ചതിന് ശേഷം ഇവിടെ ഗ്യാസിന്റെ ഉപയോഗം വളരെയധികം കുറഞ്ഞു. 6 മാസമായിട്ട് ഒറ്റ സിലിണ്ടറിൽ തന്നെയാണ് ഈ ഗ്യാസ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ 7 കിലോവാട്ടിന്റെ ഒരു സോളാർ
സോളാർ വെക്കുന്ന സമയത്ത് നമുക്ക് അതിന് ഏറ്റവും വീട്ടിന് ആവശ്യമായതും അതിലപ്പുറത്തേക്കുള്ള രീതിയിൽ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും സാധിക്കുന്നതാണ്. അതുകൂടാതെ ഈ ഭാഗത്ത് ഈ സോളാർ പാനൽ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വെള്ളത്തിന്, അതായത് നമ്മൾ ഷീറ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു സോളാർ വെക്കുമ്പോൾ തന്നെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഈ ഒരു ഷീറ്റ് ഇടുന്നതിന്റെ ആവശ്യം നമുക്ക് ഒഴിവാകുകയാണ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ റൂമാണ്. ഇത് ഇവിടെ 18-12 സൈസിലാണ് ഈ ബെഡ്റൂം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിശാലമായിട്ടാണ് ഈ ഒരു ഭാഗം കിട്ടിയിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്ന കോട്ട് 5-6.25 സൈസിലാണ്. ഇത് വുഡിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിന്റെ ബാക്കിലെ ഹെഡ് റെസ്റ്റിൽ നല്ലൊരു ആർട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ഈ ഒരു ബെഡിന്റെ സൈഡിൽ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിന് കൂടാതെ ഇവിടെ കൊടുത്തിട്ടുള്ള വാർഡ്രോബിൽ അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ള ഈ വാർഡ്രോബിൽ 2 ഡോർ വാർഡ്രോബ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റേതൊരു ബാത്റൂം ഈ ഒരു ഹൈഡ് ആവുന്ന രീതിയിൽ തന്നെ ഈ ഒരു വാർഡ്രോബിന്റെ 2 ഡോറുകൾ അതിനും കൂടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ലോഫ്റ്റും കൂടി ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തു. അതിവിശാലമായിട്ടാണ് ഇതിന്റെ ഹാള്, അതായത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഭാഗത്തും താഴെ ഭാഗത്തും എല്ലായിടത്തും അതിവിശാലത. ഈ വിശാലതയ്ക്ക് പ്രാധാന്യം കൊടുത്തിട്ട് കൊണ്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്, ഈ വീട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 5 ബെഡ്റൂമുകളോട് കൂടിയ 2950 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് മൊത്തത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓരോ ഭാഗങ്ങളും ഹാളിലായിക്കോട്ടെ ബെഡ്റൂമുകളിലായിക്കോട്ടെ നല്ല വിശാലമായിട്ടാണ് ഈ ഒരു വീട് മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിന്റെ സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് തന്നെ 2 വാൾ ആർട്ടുകളെല്ലാം കൊടുത്ത് ഈ ഒരു ഭാഗം അതിമനോഹരമായി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിന് ഹാൻഡ് റഷുകളെല്ലാം കൊടുത്തത് തേക്ക് തടിയിലാണ്. ഇവിടുത്തെ സ്റ്റെയർ കേസിന്റെ ഗ്ലാസ് ഫിറ്റ് ചെയ്തിട്ടുള്ളത് സ്പേസർ വെച്ചിട്ടാണ്. അതായത് ഈ സ്റ്റെപ്പിന്റെ സൈസ് ഒന്നും മിസ്സാവാത്ത രീതിയിൽ സ്പൈക്ക് ഔട്ട് വെക്കുമ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിന്റെ സൈസ് കുറച്ച് കുറഞ്ഞു പോകും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സൈഡിലേക്ക് സ്പേസർ ഇട്ടിട്ടാണ് ഈ ഒരു ഭാഗം ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ റൂഫിൽ നിന്ന് ലൈറ്റ് സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ വീടിന് മൊത്തം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ടോപ്പ് ലെവലിൽ പെർഗോളകളോ ഒന്നും കൊടുക്കാതെ ഒരു ഗ്ലാസ് ആണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഹൈ ടഫൻ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് സേഫ്റ്റിക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പരമാവധി സ്ട്രോങ്ങിലാണ് ഈ ഒരു ഗ്ലാസ് ഇവിടെ അറേഞ്ച് ചെയ്തത്. ഈ വീടിന്റെ ഫ്രണ്ടിലെ ഡോർ ചെയ്തേക്കുന്ന അതേ സേഫ്റ്റിയോട് കൂടെ തന്നെയാണ് ഇതിന്റെ ടോപ്പിലെ ഡോറും ചെയ്തിട്ടുള്ളത്. സെയിം പാറ്റേണിലുള്ള സ്റ്റീൽ ഡോറുകൾ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. താഴെ ഉപയോഗിച്ചേക്കുന്ന സ്റ്റീൽ ഡോറിന് അത്രത്തോളം, അതായത് ഫിംഗർ പ്രിന്റ് സെക്യൂരിറ്റി എല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ മേലെ ഭാഗത്തുള്ളത് അതിന് തക്ക രീതിയിൽ തന്നെ സ്ട്രോങ് ഉള്ള ഒരു പാറ്റേൺ തന്നെയാണ് ഇവിടുത്തെ സ്റ്റീൽ ഡോർസ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഇതിന്റെ ബാൽക്കണി ഏരിയ ഈ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അതിമനോഹരമായി തോന്നുന്ന അതേ ഫീൽ കിട്ടുന്ന ഒരു ബാൽക്കണി ഇവിടെ കൊടുത്തിട്ടുണ്ട്. വുഡൻ ഫിനിഷിങ്ങിലുള്ള ഒരു ടൈലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഹാൻഡ് റെസ്റ്റ് സ്റ്റീലിലും കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് ടഫൻ ഗ്ലാസും കൊടുത്ത് സ്പൈക്ക് ഔട്ടും ഫിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗം മനോഹരമാക്കിയിരിക്കുന്നു. അതുകൂടാതെ ഇതിന്റെ റൂഫിലെല്ലാം കൊടുത്തിട്ടുള്ളത് ഷിംഗിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ എക്സ്റ്റീരിയർ കാഴ്ചകളാണ് ഏറ്റവും ആകർഷകമായി തോന്നുന്നത് ലാറ്ററൈറ്റ് ഫിനിഷിൽ ചെയ്തിട്ടുള്ള, അതായത് ഓരോ വാളും ലാറ്ററൈറ്റ് ഫിനിഷിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നിന്ന് വ്യൂ കാണുന്ന എല്ലാ ഭാഗങ്ങളും ലാറ്ററൈറ്റ് ഫിനിഷിലും, ഒരു കാണാത്ത ഭാഗങ്ങൾ അതായത് ഡബിൾ ടോണിൽ കൊടുത്തേക്കുന്ന അതേ ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഫ്രണ്ടിലുള്ള ഒരു ഭാഗം ഗ്ലാസ് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് ബ്ലാക്ക് ഗ്ലാസിൽ ഫിനിഷ് ചെയ്ത് അതിമനോഹരമായി കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമാണ് ഇവിടെ നമുക്ക് ഇതിന്റെ വൈറ്റ് കളറിലുള്ള പെയിന്റ് കാണാൻ സാധിക്കുകയുള്ളൂ. അത് തന്നെയാണ് ഈ വീടിന്റെ എക്സ്റ്റീരിയറിനെ ഏറ്റവും മനോഹരമാക്കുന്നത്. സിറ്റ് ഔട്ടിൽ ലെപ്പോത്രേ ടൈല് കൊടുത്തിട്ടുണ്ട്. എഡ്ജുകളെല്ലാം സ്റ്റെപ്പ് കയറുന്ന ഭാഗത്ത് ലെപ്പോത്രേ ടൈൽസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ 2 ചെയറും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലാൻഡ്സ്കേപ്പ് ആണ് ഇതിന് ഏറ്റവും മനോഹരമായിട്ട്, അതായത് ഈ ലാറ്ററൈറ്റ് ഫിനിഷിലുള്ള ഈ ഒരു വീടിനെ ഏറ്റവും മനോഹരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഗ്രീനറി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല മനോഹരമായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 2-4 സൈസിലുള്ള സ്റ്റോൺസും കൂടി ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും പറയാവുന്ന നമ്മൾ ഹൈഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഈ വീടിന്റെ കിണർ. ഈ കിണർ ഇവിടെ ഒതുങ്ങിയിരിക്കുന്നത് ഇതിന്റെ ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ കൊടുത്തിട്ട് അതിന്റെ മേലെ ഗ്രിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ഭാഗത്ത് ഒരു ഹെലിപ്പാഡ് പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ മനോഹരമായിട്ട് 4 ചെയറൊക്കെ കൊടുത്തിട്ട് സായങ്കാലം ചെലവഴിക്കാൻ ഏറ്റവും സുന്ദരമായിട്ട് ഈ ഒരു ഭാഗം കൂടി കൊടുത്തിട്ടുണ്ട്. 4 പേരാണ് ഈ കുടുംബത്തിലുള്ളത്. ആ കുടുംബത്തിലെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത്
അതായത് മദേഴ്സ് ബെഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂം ആണിത്. ഇവിടെ 4 6.25 സൈസിലാണ് ചെറുതായിട്ടൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു ബേബിന്റെ കൊടുത്തിട്ടുണ്ട്. ഈ വാർഡ്രോബിന്റെ അതായത് ഈ ഒരു ഭാഗത്ത് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് കൂടാതെ ലോഫ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ ആയിട്ടും മിനിമൽ ആയിട്ടുമാണ് ഇവിടുത്തെ എല്ലാ ഇന്റീരിയറും ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു 3 ഡോറിന്റെ ഒരു വാർഡ്രോബ് സിമ്പിൾ ആയിട്ട് തന്നെ അലുമിനിയത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഈ ഒരു ഭാഗത്ത് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യൂ, അതായത് നമ്മളുടെ ഫ്രണ്ടിൽ ഈ റൂമിലുള്ള ഈ ബേബിന്റെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാൽ ഏറ്റവും സുന്ദരമായിട്ട്, അതായത് ഏറ്റവും എളുപ്പത്തിൽ കാണാവുന്ന രീതിയിലാണ് ഈ ഒരു ബേബിന്റെ അവിടെ കൊടുത്തിട്ടുള്ളത്. ബേബിന്റെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വിൻഡോ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ആര് വന്നാലും സുഖമായിട്ട് ഇവിടെ ഫ്രണ്ടിൽ കാണാവുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് തന്നെയാണ്, അതായത് അമ്മയുടെ പ്രയോറിറ്റി, അമ്മയ്ക്ക് എന്താണോ വേണ്ടത് അതിനൊരു പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ഈ ഒരു മദേഴ്സ് ബെഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഹോം ടൂർ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളെ ഏറ്റവും അധികം സന്തോഷിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു കുഞ്ഞു ഫാമിലിയെ കൂടെ ഞങ്ങൾ ഇതാ ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. ഇതാണ് ഹൗസ് ഓണർ സൈനുൽ ആബിദ്, മിൻസില, ഉമ്മ നഫീസ. ഈ ഒരു കുഞ്ഞു വാവയും കൂടി ഈ കൂട്ടത്തിൽ ഞങ്ങളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ തന്നെ നിന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വീട് ഹോം ടൂർ ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. സ്വപ്നം കൊണ്ട് പണിത ഈ വീടിന്റെ വിശേഷങ്ങൾ നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സുന്ദരമായ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. ആ ഓരോ ശ്രമങ്ങളും നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ നിന്നെങ്കിൽ മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കൂടെ എത്തുകയുള്ളൂ. വീണ്ടും ഒരു നല്ലൊരു എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും രാജേഷ് പുറത്തൂർ സൈനിങ് ഓഫ്.